ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് വീണ്ടും ടൈപ്സ് ഓഫ് ഹെയർ കട്ടിങ്, ടൈപ്സ് ഓഫ് ഹെയർ സ്റ്റൈലിൻ്റെ അടുത്ത പാർട്ടുമായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കാം. എന്ത് വില്ല്? വാണവില്ലോ? എന്തുമില്ല. ഹായ് പൊന്മാന്, എന്ത് രസമല്ലേ കാണാൻ ഗൈസ്. അതെ, പൂവാണ് ചോദിച്ചത്, പക്ഷെ പൂന്തോട്ടം അങ്ങ് എടുത്തു കൊടുത്തു. അങ്ങനെ ആയിരിക്കണം. നമ്മളെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സാധനം ചോദിച്ചാൽ അങ്ങ് എടുത്തു കൊടുക്കണം. അതാണ് വേണ്ടത്. എന്തായാലും കളറായിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം മഴവില്ലുമായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. 2 കളർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നറിയില്ല. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ വന്ന ഒരു വീഡിയോ ആണ്. ഇതാരാന്ന് അറിയത്തില്ല, ഏതോ വലിയ ആരോ ആണ്. ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയത്തില്ല. കണ്ടിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തോന്നുന്നു. എന്തായാലും ഒരു വേറെ ലെവൽ ഹെയർ സ്റ്റൈൽ അല്ലേ. നെക്സ്റ്റ് കാണാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഗൈസ്, നമ്മുടെ ഓന്തണ്ടൻ്റെ തട്ട് താന്ന് തന്നെ ഇരിക്കും ഗൈസ്. നിങ്ങൾ കണ്ടില്ലേ? അവനങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞപ്പോണ്ടല്ലോ, ആ ചേച്ചിൻ്റെ കണ്ണിൽ പോയിട്ട് വീണു. അത് ഒരു വേറെ ലെവൽ ഷേപ്പൊക്കെ ഉള്ള ഒരു വേറെ ലെവൽ സ്പെക്സ് ആണത്. ഓക്കെ, അപ്പം ഫുള്ള് വെറൈറ്റി ആട്ടോ. ഓന്തണ്ണൻ വേറെ വെറൈറ്റിയാണ്. ഓന്തണ്ണൻ അറിയാത്ത ആരുണ്ടോ? ഓന്തണ്ണൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഒരു സമയത്ത് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. ഇപ്പോൾ ആർക്കും അറിയത്തില്ലെന്ന് തോന്നുന്നു. എല്ലാവരും മറന്നുപോയെന്ന് തോന്നുന്നു. അക്കൗണ്ടൊന്നും എനിക്ക് അറിയത്തില്ല, ബട്ട് ടിക്ടോക്കിൽ രാജാവായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ ഓന്തണ്ണൻ്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും. മുടിയാണ് ഹൈലൈറ്റ് ഗൈസ്. വേറെ ലെവൽ ഹെയർ സ്റ്റൈലാണ്. നമുക്കതല്ല നോക്കണ്ട. ഹെയർ സ്റ്റൈൽ നമ്മുടെ ഇന്നത്തെ കണ്ടൻ്റെ ഹെയർ സ്റ്റൈലാണ്. വേറെ ലെവൽ ഹെയർ സ്റ്റൈലാണിത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാണാം. യെസ്, മുടി ഇങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടോ. മുടി ഭയങ്കര എന്താ തിങ്ങിയിരിക്കുവാണ്. വാവ്, നൈസ് ഗൈസ്. ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ മുടി ഇങ്ങനെ ആക്കണമെന്ന്. യെസ്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതെന്താ? എന്തെന്തോ ആക്കുന്നുണ്ട്. ഓ, നല്ലപോലെ ഇരിക്കുന്ന മുടിയെ ചുരുട്ടിയെടുക്കാനും ചുരുണ്ട് കിടക്കുന്ന മുടിയെ നല്ലപോലെ ആക്കാനും അണ്ണൻ അറിയാം. അണ്ണൻ വേറെ ലെവലാട്ടോ. അണ്ണൻ ഫുഡ് കഴിക്കുന്നതൊക്കെ തലയിലാണ്. എന്തുവാണത്? വൈറ്റ് സിമെന്റാ? ഓ, വെറുതെ ആ വൈറ്റ് സിമെന്റ് കളഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നിങ്ങൾ നോക്കിയേ, കണ്ടോ? ആദ്യത്തെ ഫേസാണിത്. അതെ, അത് എടുത്തതിന് ശേഷം കണ്ടില്ലേ? വലിയ വ്യത്യാസമൊന്നുമില്ല. ഷോ ആണ്, അത്രേ ഉള്ളൂ സംഭവം. എന്തോ ആദ്യത്തെ ഫേസും പിന്നെ അത് ചെയ്തതിന് ശേഷം വൈറ്റ് സിമെൻ്റ് എന്തോ ഒരു സാധനമാണ് ചാക്കിലൊക്കെ കൊണ്ടുവന്ന് കാണിച്ചെന്ന് പെട്ടെന്ന് വായിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത് മുഖത്ത് തേച്ചിട്ട് അത് റിമൂവ് ചെയ്തതിന് ശേഷമുള്ള ഫേസും വലിയ വ്യത്യാസമൊന്നുമില്ല. നെക്സ്റ്റ് എന്താ? ഓ, കോൾഗേറ്റും ഇതെന്താ? കൊക്കക്കോളെ എന്തൊക്കെ സാധനമുണ്ട്. എന്നിട്ടിപ്പോൾ എന്തായി? ഈ കാക്കച്ചി തീട്ടം ചെന്തിയ പോലെ ആക്കാനാണോ ഇവൻ ഈ കോൾഗേറ്റ് മുഴുവൻ എടുത്ത് തലേ തേച്ചത്? ആണോ? എന്തൊക്കെയോ സാധനം എടുത്ത് തലേ തേക്കുന്ന പരിപാടിയാണ് ഇവന്. എന്തൊക്കെയോ പല സാധനങ്ങൾ, എന്തൊക്കെയോ സ്പ്രേ ഉണ്ട്, എന്തൊക്കെയോ സാധനങ്ങൾ, പല ഡ്രിങ്ക്സ്. പിന്നെ ഇവിടെ ഇതെന്താ? റെഡ് ബുള്ളോ? ഐസ് ക്യൂബ്, റെഡ് ബുള്ള്. ഇത് മുടിയൊക്കെ നിൽക്കുന്നേ. ഓ, അതെ, വെള്ളം കുടിക്കാൻ പാവം കൊച്ചിന് സമയം ഉണ്ടാവില്ല. ബാർബർ ഷോപ്പിൽ നിങ്ങൾ കണ്ടിട്ടില്ല, ഒരാൾ വന്നിരുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആൾ പെട്ടെന്ന് വന്ന് എനിക്ക് പെട്ടെന്ന് കല്യാണത്തിന് പോകണ്ട, ഇപ്പോൾ കല്യാണത്തിന് പോയിട്ട് എനിക്ക് അങ്ങനെ ആക്കാണ്ട് ആന മറിക്കാണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കയറി ഇരിക്കുന്നിട്ടോ മുടി കെട്ടി കഴിഞ്ഞിട്ട് ആ മൂലയിൽ പോയിരിക്കുന്നതാണ്. അതാ പരിപാടി. ഒരു സ്ഥലത്തേക്കും പോകാനുണ്ടാവില്ല. അങ്ങനെയൊക്കെ ആണ്. ഞാനങ്ങനെ പല സ്ഥലത്തുനിന്നും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ കുറേ ആളുകൾ പെട്ടെന്ന് ഇങ്ങനെ വന്നിരിക്കും. അവർക്കൊക്കെ മുടി കെട്ടി കൊടുക്കേണ്ടി വരും, താടി ഷേവ് ചെയ്ത് കൊടുക്കേണ്ടി വരും, അങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇവർക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ നേരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇയാൾ വേറെ ലെവലാക്കിയ റെഡ് ബുൾ. കുറേ ആളുകൾക്ക് മുടി വെട്ടാൻ ഉണ്ടാവില്ല. അപ്പോൾ റെഡ് ബുൾ കുടിച്ചാൽ കുറച്ച് എനർജി കിട്ടും.
അതാണ് ഇനി നമുക്ക് വേറെ ഫുഡ് കഴിക്കാൻ നോക്കാം. മച്ചാൻ ഇവിടെ ഫുഡും കഴിക്കും കേട്ടോ. അതെ, ഒരു മുട്ട ഉടച്ച് പാർന്നു. അടുത്ത് എന്ത് സാധനം എന്താ, എന്തോ ഒരു ഡ്രിങ്കൊക്കെ പാർന്ന്. ഇതെന്ത് സംഭവം എന്താ ഇത്? ഓ, ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഫുഡ് കഴിക്കുന്നത് തലയിൽ തന്നെയാണ്. ഫുഡ് കഴിക്കൽ തലയിലാണ്, വെള്ളം കുടിക്കുന്നത്. ഇതൊക്കെ നമ്മൾ വിചാരിക്കും ഈ മുടിയിൽ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പാർട്ട് 2 തോന്നുന്നു. ഫുള്ള് എന്താ പറയുക, അലമ്പ ഇതേപോലെയൊക്കെ കിടക്കുന്ന മുടിയിൽ എന്തോ ഒരു സംഭവം അങ്ങോട്ട് കൊണ്ടുപോയി തേക്കും. എന്നിട്ട് മുടി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ആക്കുമ്പോൾ അത് സംഭവം ക്ലിയർ ആയിട്ട് വരും. ബട്ട് അതിൻ്റെ ഇടയിൽ മണിക്കൂറുകളോളം നീണ്ടിട്ടുള്ള ഹാർഡ് വർക്ക് ഉണ്ട് ഗൈസ്. യെസ്, ഞാൻ കാണിച്ചില്ല സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇതിങ്ങനെ കണ്ടോ, ഇതൊന്നും കാണൂല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാണാം. നൂഡിൽസിൻ്റെ ഞാനൊരു പ്രാവശ്യം കാണിച്ചതാട്ടോ. വെറൈറ്റി ആയിരിക്കാം. ഇതെന്താടാ ഇങ്ങനെ, ഇതെന്ത് കളറാ ഇത്? ഈ ജാതി സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് എന്തുവാടാ ഇത്? എടാ, നിനക്ക് തലയിൽ തേക്കാൻ കോൾഗേറ്റ് ഒന്നും കിട്ടിയില്ല എന്ന് തുപ്പിയോ? ഇവൻ്റെ അത് തീർന്നു പോയി തോന്നുന്നു. കാരണം ഒരു കോൾഗേറ്റ് ഫുള്ളൊക്കെയാണ് ഒരാളുടെ തലയിൽ തേക്കുന്നത്. അപ്പോൾ തീർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം എന്തൊക്കെയോ അവന് ചെയ്ത് കൂട്ടുന്നുണ്ട്. എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതാണ്. മുടി ഭയങ്കര കണ്ടോ ടൈറ്റായിട്ട് ഇങ്ങനെ തിങ്ങിയിരിക്കുവാണ്. എനിക്ക് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇങ്ങനെ സെറ്റായിട്ട് ഇരിക്കുമല്ലോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കി വെച്ചാൽ അങ്ങനെ നിൽക്കുമല്ലോ. അതുകൊണ്ട് എനിക്ക് അതുവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇങ്ങനെയുള്ള മുടി മതിയായിരുന്നു എനിക്ക്. ഇത് കണ്ടോ ഗൈസ്, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇങ്ങനെയൊക്കെ ആക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇയാളുടെ വീഡിയോയിൽ പല വീഡിയോയിലും നമുക്ക് കാണാൻ പറ്റും. ഈ എന്താ പറയുക, എന്തോ ഫുൾ അലമ്പായി കിടക്കുന്ന മുടി ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ ക്ലിയർ ആയിട്ട് ഇങ്ങോട്ട് വരുന്നത്. അതിൻ്റെ ഇടയിലുള്ള എഫേർട്ട് അത് വേറെ കാര്യം. എന്തായാലും എനിക്ക് അങ്ങനെ ആക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഗൈസ്. ബട്ട് റേഷൻ കാർഡിൽ നിന്ന് പേര് കിട്ടില്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് അത് നടക്കുകയില്ല. അത് ഓർത്തിട്ട് ഭയങ്കര സങ്കടമുണ്ട്. അതുകൊണ്ടാണ്, വേറൊന്നും അല്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ ആക്കണ്ട കേട്ടോ. വെണ്ണിലവ് പൂവായിട്ട് വരും, അല്ലെങ്കിൽ പിന്നെ ഇതാവും, ഭയങ്കര പ്രശ്നമായി മാറും. കണ്ടില്ലേ, 2 കളറൊക്കെ ആയിട്ട് വെണ്ണിലവ് പൂവായി വന്നതാ. താടിയിലൂടെ 2 കളറൂടെ ആക്കിയിരുന്നെങ്കിൽ നമുക്ക് സെറ്റാക്കായിരുന്നു, ഫുള്ള് കളറാകുമായിരുന്നു. ഡ്രസ്സൊക്കെ കണ്ടില്ലേ, കളറ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത് കാണാം. മാനത്ത് പറക്കണ കാക്കനെ പിടിച്ചിട്ട് കുടിച്ചിട്ട് മറിച്ചിട്ട് കൊത്തണ കാക്കേ ക്രൂരൻ കാക്കേ കൂടെ കാക്കനെ പിടിച്ചിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് കൊത്തണ കാക്കേ ക്രൂരൻ കാക്കേ കൂടെ. ഇത് ശരിക്കും ഒറിജിനൽ മുടിയായിരിക്കും. ബട്ട് അതിൻ്റെ ഉള്ളിൽ എന്തോ സാധനം വെച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചായിരിക്കും. ഇത് ഈ ഹുഡി അവിടെ കണ്ട പരിചയമുണ്ടല്ലോ. എൻ്റെ അടുത്തില്ലേ അതാണോ? അതല്ല, അത് വേറെയാണ്. എന്തായാലും നമുക്ക് അടുത്ത് നോക്കാം. ഇത് വേറൊരു ടൈപ്പ് കട്ടിംഗ് ആണ്. പാത്രം വെച്ചിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത്, ഈ ചെറിയ പിള്ളേരുടെ മുടി ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതേപോലെ നമ്മൾ ഈ ലോക്ക്ഡൗൺ ടൈമിലൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഈ ഒരു വീഡിയോ. ഇനിയിപ്പോൾ അങ്ങനെ ആവേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. അങ്ങനെ ആവാതിരിക്കട്ടെ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ആവാതിരിക്കട്ടെ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോ കാണാം. എടാ, ഇതൊക്കെ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു ഗൈസ്? മീശൻ്റെ പകരം തലയിലാണ്. അപ്പോൾ എന്തായാലും ഇതൊരു വേറെ ടൈപ്പ് ഹെയർ കട്ടിംഗ് ആണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഹെയർ സ്റ്റൈൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ഏകദേശമൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. വേറെ ലെവൽ സംഭവങ്ങളൊക്കെ ഇനി വരണം. അപ്പോൾ ഗൈസ്, എന്തായാലും ഒരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.